ഇന്ത്യ മുന്നണിയിലെ നേതാവിന് ബുദ്ധി ഉദിച്ചു എന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ കയറി മുഖ്യമന്ത്രി ആയതിനു ശേഷം വിജയിപ്പിച്ച ഇന്ത്യ മുന്നണിയെയും അതിന്റെ അമരത്തിലുള്ള രാഹുലിനെയും ഒറ്റ തട്ടങ്ങ് തട്ടുകയായിരുന്നു ഒമർ അബ്ദുള്ള. പിന്നീട് അങ്ങോട്ട് ഭയം കൊണ്ടാണോ ആരാധന കൊണ്ടാണോ പ്രധാനമന്ത്രി എന്ന ബഹുമാന സൂചകമായിട്ടാണോ എന്നറിയില്ല, മോദിയെ വനോളം പുകഴ്ത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ നേരെ പോയ അമിത്ഷായെ കാണുകയും തങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുകയും ചെയ്തതുമൊക്കെ നമ്മൾ ഇവിടെ കണ്ടതാണ്. ഇവിടെ നിരന്തരം കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെ കുറ്റപ്പെടുത്താനും ഒമർ അബ്ദുള്ള മറന്നിരുന്നില്ല. അന്ന് ഫറൂഖ് അബ്ദുള്ള എന്ന ഉമറിന്റെ പിതാവും മുൻ കാശ്മീർ മുഖ്യമന്ത്രിയുമൊക്കെയായിരുന്ന ഫറൂഖ് മകനെതിരെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. പറ്റില്ലെങ്കിൽ മുന്നോട്ടു പോകില്ലെങ്കിൽ ഈ മുന്നണി പിരിച്ചുവിടൂ എന്നാണ് അന്ന് മുന്നണിയുടെ ബലത്തിൽ വിജയിച്ച് അധികാരത്തിൽ കയറിയ ഒമർ പറഞ്ഞത്. എന്നാൽ ഈ മുന്നണി അങ്ങനെ തകരില്ല എന്നും ബിജെപിക്കെതിരെ ഇനിയും പോരാടുമെന്നും കൃത്യമായ മറുപടി കൂടിയായിരുന്നു ഫറൂഖ് തിരിച്ചടിച്ചുകൊണ്ട് ഒമറിന് മുമ്പിൽ നിർത്തിയത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒമർ അബ്ദുള്ളക്ക് ബുദ്ധി ഉദിച്ചു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇന്നലെ വരെ വാനോളം പുകഴ്ത്തിയ മോദിയെയും മോദിയുടെ കേന്ദ്ര സർക്കാരിനും ഇപ്പോൾ കുടഞ്ഞെറിയുകയാണ് ഒമർ. പാകിസ്ഥാൻ കവർന്നു കൊണ്ടുപോയ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ മോദിക്ക് ധൈര്യമുണ്ടോ എന്നാണ് ഇപ്പോൾ ഒമർ കനത്തിൽ ചോദിച്ചു വെക്കുന്നത്. പാകിസ്ഥാൻ കവർന്ന പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ആരാണ് തടയുന്നത് എന്നും കഴിവുണ്ടെങ്കിൽ ആ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കണമെന്നും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുകയാണ്. പാകിസ്ഥാൻ കവർന്ന ജമ്മു കാശ്മീരിന്റെ പ്രദേശങ്ങൾ കൂടി തിരിച്ചെടുക്കുന്നതോടെ കാശ്മീർ പ്രശ്നം അവസാനിക്കുമെന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ശരി, ഒരു ഭാഗം പാകിസ്ഥാന്റെ പക്കലുണ്ട്, അത് തിരിച്ചു പിടിക്കേണ്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു? കഴിവുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. കാർഗിൽ യുദ്ധസമയത്ത് അത് തിരിച്ചു പിടിക്കാമായിരുന്നു, അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ അത് ചെയ്യാമല്ലോ. ഒരു ഭാഗം പാകിസ്ഥാൻ കവർന്നെന്ന് പറയുന്നുണ്ടല്ലോ, മറ്റൊരു ഭാഗം ചൈനയുടെ കയ്യിലാണെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്തുകൊണ്ട് അതേപ്പറ്റി പരാമർശിച്ചില്ല? പാകിസ്ഥാന്റെ പക്കലുള്ള പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുമ്പോൾ ചൈനയുടെ പക്കലുള്ള പ്രദേശങ്ങൾ കൂടി പിടിക്കണം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ക്രമസമാധാന നില മെച്ചപ്പെട്ടെന്ന വിദേശകാര്യമന്ത്രിയുടെ അവകാശവാദത്തെയും വിമർശിക്കുന്നുണ്ട്. പ്രത്യേക പദവി റദ്ദാക്കിയത് കൊണ്ട് ജമ്മു കാശ്മീരിലെ സാഹചര്യങ്ങൾ ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഭീകരാക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അഴിമതി തടയാനും കഴിഞ്ഞിട്ടില്ല. കാശ്മീർ ജനതയ്ക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശങ്ങളും പരിഗണനയും ഇല്ലാതെ എന്നത് മാത്രമാണ് ഫലമെന്നും ഒമർ അബ്ദുള്ള ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്.